ഹരിയാനയിൽ നിന്നുള്ള ഓരോ റൗണ്ടിലെയും കണക്കുകൾ വരുമ്പോൾ ബി ജെ പി പോലും കണ്ണ് തള്ളുന്ന അവസ്ഥയിലാണ്. BJP 50-ന് മുകളിൽ ഹരിയാനയിൽ ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. 25 സീറ്റ് തുടങ്ങിയ ഏരിയകളിലേക്ക് പരിമിതപ്പെട്ടു പോകും എന്ന് വിചാരിച്ച ഇടത്ത് നിന്ന് BJP വലിയ തോതിൽ അവിടെ മേൽക്കൈ ഉണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കോൺഗ്രസ് എന്താണ് ഇപ്പോൾ വിലയിരുത്തുന്നത്? അമിതമായി ജാട്ട് വോട്ടിനെ ആശ്രയിച്ചത് തിരിച്ചടിയായി പോയി എന്ന തിരിച്ചറിവ് കോൺഗ്രസിന് ഇപ്പോൾ ഉണ്ടോ? രണ്ട് പ്രധാനപ്പെട്ട സാധ്യതകളാണ്. ഒന്ന്, ജാട്ട് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി ഏകീകരിച്ച ഒരു സാധ്യത ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ആം ആദ്മി പാർട്ടി, INLD, JJP തുടങ്ങിയിട്ടുള്ള പാർട്ടികളെല്ലാം കോൺഗ്രസിന് ലഭിക്കേണ്ട ഭരണവിരുദ്ധ വോട്ടുകൾ പലതായി ഭിന്നിപ്പിച്ച് ചിതറിപ്പിച്ച് നമ്മൾ മണ്ഡലങ്ങൾ തിരിച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ, ഇപ്പൊ ജുലാന മാത്രം എടുത്താൽ ജുലാനയിൽ വിനേഷ് ഫോഗട്ടും യോഗേഷ് കുമാറും തമ്മിലുള്ള ഡയറക്ട് ഫൈറ്റ് ആണ്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് 100-ൽ ചില്ലറ വോട്ടേ, 121 വോട്ടേ ഉള്ളൂ. INLDക്ക് 1000-ൽ പരിസരത്ത് വോട്ടേ ഉള്ളൂ. JJPക്ക് 300-ൽ പരം വോട്ടേ ഉള്ളൂ. അതായത് JJP, AAP, INLD ഫാക്ടർ അവിടെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. അതായത് വോട്ട് കട്ടറാവാൻ അവിടെ ഈ മൂന്ന് പാർട്ടികൾക്കും കഴിയുന്നില്ല. ഡയറക്ട് ഫൈറ്റ് ആണ്, ബൈപോളർ കോൺടെസ്റ്റ് ആണ്. അവിടെയാണ് കോൺഗ്രസ് BJPക്ക് പിറകിൽ പോകുന്നത്. അത് ആ മണ്ഡലത്തിനെ, അതായത് ജുലാനയിലെ അക്കാര്യത്തിൽ നമുക്ക് ഒരു ഉദാഹരണമായി എടുക്കാൻ കഴിയില്ല. ജുലാനയിൽ ഇത്തവണ ഒരു പ്രത്യേക സാഹചര്യമാണ്. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്. അവിടെ വെറും 12,000 വോട്ട് മാത്രം നേടി 3-ാം സ്ഥാനത്ത്. അവിടെ JJP ആയിരുന്നു ആദ്യ സ്ഥാനത്ത്, അവരുടെ MLA ആയിരുന്നു. രണ്ടാമതായിരുന്നു BJP, മൂന്നാമത് കോൺഗ്രസ്. പക്ഷേ ഇത്തവണ വിനേഷ് ഫോഗട്ട് വന്നു എന്നതുകൊണ്ടാണ് BJP കോൺഗ്രസ് നേരിട്ടുള്ള ഫൈറ്റ് അവിടെ വന്നത്. ആ മണ്ഡലത്തിൽ നമുക്ക് ഇത്തരം ഫാക്ടറുകൾ വെച്ച് പരിശോധിക്കാൻ കഴിയില്ല. മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ സാധ്യമാവുള്ളൂ. ആം ആദ്മി പാർട്ടി പല മണ്ഡലങ്ങളിലും 1000-ഓ 2000-ഓ വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ച വോട്ടുകൾ 1000-ഓ 2000-ഓ വോട്ടിനാണ് പല മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള മാറ്റം പല സമയത്തും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ JJP, INLD എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളും ഈ കർഷകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടികളാണ്. ആ പാർട്ടികൾ എത്ര ശതമാനം വോട്ട് നേടി, അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി എത്ര ശതമാനം വോട്ട് നേടി എന്നുള്ളത് ഒരു ഘടകം. രണ്ടാമത്തത്, ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ, അഭിലാഷ് തന്നെ പറഞ്ഞ പോലെ തന്നെ, ജാട്ട് വോട്ടുകളെ അമിതമായി കോൺഗ്രസ് അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ട ഇടപെടൽ നടത്തുകയും ചെയ്തപ്പോൾ ജാട്ടല്ലാത്ത ജാട്ട് വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോയോ എന്നതാണ്. അത് ഏകീകരിച്ചോ, സാമുദായിക സമവാക്യങ്ങൾ തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിച്ചില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ ഇത്തരത്തിലൊരു സമവാക്യം പരീക്ഷിച്ച് ജയിക്കാൻ കോൺഗ്രസിന് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചനകൾ, ദിശാസൂചികകൾ പ്രധാനമാണ്. മുന്നോട്ടുള്ള യാത്രയിലും കോൺഗ്രസിന് 50 സീറ്റുകളിലാണ് നിലവിൽ BJP അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 34 ഇടങ്ങളിൽ മാത്രമായി കോൺഗ്രസ് പരിമിതപ്പെട്ടു പോവുകയും ചെയ്ത സാഹചര്യം എങ്ങനെ വിശദീകരിക്കും? ഏതൊക്കെ സമവാക്യങ്ങൾ പറഞ്ഞാലും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടും കോൺഗ്രസ്. BJPക്ക് ലോട്ടറി എന്ന് പറയാം. BJP തന്നെ കണ്ണ് തള്ളിപ്പോകുന്ന വിജയം നേടുകയാണ് എന്ന് മാത്രമല്ല, ഇപ്പൊ നയബ് സിംഗ് സൈനിയുടെ സീറ്റ് എടുക്കൂ, ലഡ്വ എടുക്കൂ. അവിടെ നയബ് സിംഗ് സൈനി 3070 വോട്ടുകൾക്ക് മാധു ഇപ്പോൾ ലീഡ് ചെയ്യുമ്പോൾ മേവാ സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 3070 വോട്ടുകൾക്ക് പിറകിൽ 10,000-ൽ ചില്ലറ വോട്ടുകളുമായി തൊട്ടു പിന്നിലുണ്ട്. പക്ഷേ നോക്കൂ, ആം ആദ്മി പാർട്ടിക്ക് അവിടെ അനൂപിനൊപ്പം പ്രധാനപ്പെട്ട നേതാക്കൾ ചേരുന്നുണ്ട്. അനൂപ്, ആർക്കാണ് ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നത്? ഷമാ മുഹമ്മദ് നമുക്കൊപ്പമുണ്ട്. പിന്നിലാണല്ലോ ഹരിയാനയിൽ 50 സീറ്റിൽ BJP. നിങ്ങൾ 70 സീറ്റ് നേടുന്നൊക്കെ പറഞ്ഞല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അനൂപ് ദാസ് എത്ര നാളെ ഒരു പത്രക്കാരനായിട്ട്? കുറെ കൊല്ലമല്ലോ. 10:30 മണിക്ക് ട്രെൻഡാണ്. എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട് ECയുടേത്, ലീഡിങ് 46, ലീഡിങ് 37. എത്ര പേര് ജയിച്ചു? 0. അപ്പം ലീഡിങ് ആർക്കും നമ്മളെ പ്രതീക്ഷയല്ല, സൂപ്പർ പ്രതീക്ഷയിലാന്ന് ഭൂരിപക്ഷത്തോട് നമ്മൾ ജയിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഹരിയാനയിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. ഞാൻ ജനങ്ങളോട് അവിടെ സംസാരിച്ചു. അവരെല്ലാം ക്ലിയർലി പറഞ്ഞിരിക്കുക, അവർക്ക് കോൺഗ്രസിന് തിരിച്ചു വരണം. നിങ്ങൾ മനസ്സിലാക്കണം, ഹരിയാനയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മോദിയുടെ ഫോട്ടോ ഇല്ല. 8 കൊല്ലം ഉണ്ടായ ഖട്ടറിൻ്റെ ഫോട്ടോ, മനോഹർലാൽ ഖട്ടറിൻ്റെ ഫോട്ടോ എവിടെയും ഉണ്ടായിട്ടില്ല. നയാബ് സിംഗ് സൈനിയാന്ന് അവരിങ്ങനെ കാണിച്ചത്. അപ്പം അവിടെ പിന്നെ അനിൽ വിജ്, അവര് മുൻ ആഭ്യന്തരമന്ത്രി പറയാ, ഞാൻ മുഖ്യമന്ത്രി ആവും ജയിച്ചു കഴിഞ്ഞാൽ. അവിടെ ഭയങ്കര വിഷയങ്ങൾ ശരിയാണ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം രാവിലെ മുന്നിട്ട് നിന്നത് കോൺഗ്രസ് ആണ്. 63 സീറ്റിൽ വരെ മുന്നിൽ പോയി. പക്ഷെ ഇത് 33 സീറ്റിലേക്ക് പിടിഞ്ഞു നിൽക്കുക. ട്രെൻഡല്ലയോ? ഞാൻ എത്ര വോട്ട് രാവിലെ 9 മണിക്കൊക്കെ നമുക്ക് ട്രെൻഡ് എന്ന് പറയാം. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി നീങ്ങിപ്പോയി. എന്റെ ഇതിൽ ഇത് ട്രെൻഡ് തന്നെയാണ്. ഞാൻ ട്രെൻഡ് എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ 12 മണിക്ക് എന്നോട് അനൂപ് ദാസ് വന്ന് സംസാരിച്ചു. ശരി മാധു, അഭിലാഷ് ട്രെൻഡാണെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും ട്രെൻഡാണോ അല്ല വിധിയാണോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
തീർച്ചയായും ഗദ്ഗത കണ്ടരായി കോൺഗ്രസ് നേതാക്കൾ ഇതല്ലേ ട്രെൻഡല്ലേ മാറില്ലേ എങ്ങനെ എന്നൊക്കെ പറയുന്നത്. വിശദീകരിക്കുമെന്ന് സ്വയം അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വഴുതി വീണു പോവുകയാണ്. അങ്ങനെയാണ് ആ അക്കങ്ങൾ അവർക്ക് നൽകുന്ന ഒരു മനസ്ഥിതി എന്ന് പറയുന്നത്.